നമസ്കാരം. മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഈ സമയത്ത്, അതായത് ബഡ്ജറ്റ് കഴിഞ്ഞ സമയത്ത്, മാർക്കറ്റെല്ലാം പോസിറ്റീവായി നിൽക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിലും അതായത് ഷെയർസിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനൊരു ഉത്തരവായിട്ടാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. ബഡ്ജറ്റ് വന്നു. ബഡ്ജറ്റ് പോസിറ്റീവായിട്ടുള്ളത് തന്നെ ബഡ്ജറ്റാണ്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സും STTയും കൂട്ടിയതാണ് ബഡ്ജറ്റിലൊരു നെഗറ്റീവായിട്ട് പറയാവുന്നത്. ബാക്കിയെല്ലാം ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റാണ്. പൊളിറ്റിക്കലി ആയാലും എക്കണോമിക്കലി ആയാലും ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റാണ്. ഇനി അങ്ങോട്ട് ഈ ബഡ്ജറ്റിൻ്റെ ബേസിലാണ് ഓരോ സെക്ടറുകളും പെർഫോം ചെയ്യുന്നത്. നമ്മൾ പലരും പ്രതീക്ഷിച്ചു ഡിഫൻസ് അല്ലെ റെയിൽവേ അത്തരത്തിൽ വീണ്ടും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെ അലോക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്തരത്തിലൊന്നും പ്രഖ്യാപനങ്ങളൊന്നും ബഡ്ജറ്റിലുണ്ടായില്ല. എങ്കിൽ പോലും എല്ലാ സെക്ടറിനും പ്രാതിനിധ്യം കിട്ടത്തക്ക രീതിയിലൊരു ബാലൻസ്ഡ് ആയിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച ക്യാപിറ്റൽ ഗെയിൻ ടാക്സും STTയും ഒക്കെ ഒഴിച്ചാൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിലവ് കൂടുമെങ്കിലും എക്കണോമിയെ സംബന്ധിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റാണ്. നമ്മൾ സാധാരണഗതിയിൽ എക്കോണമി ഡിസിപ്ലിനോടുകൂടി പോകുമ്പോൾ നമുക്ക് സൗജന്യങ്ങൾ അല്ലെങ്കിൽ സബ്സിഡികളൊന്നും നൽകാൻ സാധിക്കാതെ വരും. ഇത് രണ്ടുകൂടെ ഏകദേശം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിഫ്റ്റിയും സെൻസെക്സും ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. പ്രധാനമായിട്ടും SIP രീതിയിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിക്ഷേപിച്ച് പോകാം. അതായത് മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ വരുന്ന സമയത്തൊക്കെ ഇവർ പർച്ചേസ് ചെയ്യുകയും ഒരു കോസ്റ്റ് ആവറേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. ഇനി ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരൊരു 2-3 പ്രാവശ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇടയ്ക്കൊരു കറക്ഷൻ വന്നാൽ അതിൻ്റെ ആനുകൂല്യം കൂടെ അവർക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ബഡ്ജറ്റ് എക്കണോമിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മുമ്പുള്ള ഭരണത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും. കൂട്ടുകക്ഷി മന്ത്രിസഭയാണെങ്കിൽ പോലും പഴയ മന്ത്രിമാർ അതേ പോളിസിയൊക്കെ തന്നെയാണ് ഇവർ പിന്തുടരുന്നത്. അപ്പോൾ അത്തരത്തിലും പോസിറ്റീവാണ്. ഇനി കോയിലേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ അതിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് സാധ്യത വളരെ കുറവാണ്. ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ ഗ്ലോബൽ എക്കോണമി ഒരു തിരിച്ചുവരവിൻ്റെ സൂചന നൽകിയിട്ടുണ്ട്. അമേരിക്ക റേറ്റ് കട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന മാസങ്ങളിൽ. ആ സമയത്തൊക്കെ ഗ്ലോബൽ എക്കോണമിക്കും ഇന്ത്യൻ മാർക്കറ്റിനും അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ വരാനാണ് സാധ്യത. ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അതുപോലെ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഉള്ള സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് പവർ കൂടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫാണ്. ഇനി അങ്ങോട്ട് ഒരു 10 വർഷമൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനാണ് സാധ്യത. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇതിനിടയിൽ വരുന്ന കറക്ഷനുകൾ ഒക്കെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതാം എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.